ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അതിഗംഭീരമായ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റൈസ് ഐറ്റം ആണ്. ഉള്ളിച്ചോറാണ്, അല്ലെങ്കിൽ ഒണിയൻ റൈസ് ആണ്. ഇതിന് കറിയൊന്നും തന്നെ വേണ്ട, ഇത് മാത്രം തന്നെ കഴിച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. പിന്നെ ചോറ് എന്നും ഒരുപോലെ കഴിച്ചു മടുത്തവർക്ക് ഈ റെസിപ്പി വളരെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഏറ്റവും എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കാനും പറ്റും. എങ്ങനെയാണ് ഈ ഉള്ളിച്ചോറ് ഇത്ര സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നമുക്ക് കണ്ടാലോ? നേരെ കിച്ചണിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാൻ താല്പര്യമുള്ളത് കുറച്ച് ഒഴിച്ചാലും മതി. പക്ഷെ നെയ്യിൽ വറുത്തെടുക്കുമ്പോഴാണ് അതിൻ്റെതായ ടേസ്റ്റ് വരുന്നത് കേട്ടോ. നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. പച്ചമുളകൊക്കെ വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ അതൊന്നും തന്നെ ഇടുന്നില്ല. പിന്നെ ഒരു 10-12 ഉള്ളിയും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും, ചെറിയ ഉള്ളിയാണ്, എല്ലാം കൂടി നന്നായി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി എടുക്കണം. വഴന്നാൽ മാത്രം പോലെ ഒരു ലൈറ്റ് ബ്രൗണിഷ് കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, വാടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നന്നായിട്ട് ഇളക്കി. പിന്നെ എനിക്ക് അത്രയും നേരം ഇളക്കാനുള്ള ക്ഷമ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനതങ്ങ് അടച്ചു വെക്കുവാണ്. നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും സംഭവിക്കില്ല. അപ്പം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്താണ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകോ അല്ലെങ്കിൽ ചുവന്നമുളകോ മഞ്ഞപ്പൊടിയോ ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ പക്ഷെ മഞ്ഞപ്പൊടിയും പച്ചമുളകും ഒന്നും ഇടുന്നില്ല. കുറച്ച് പെട്ടെന്ന് ഉള്ളി ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ഒരു പൊടിക്ക് ഉപ്പ് മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കശ്മീരി മുളകാണ്, അതുകൊണ്ട് തന്നെ ഒരു നുള്ള് കശ്മീരി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഉള്ളി വഴന്ന് വരും കേട്ടോ. വളരെ പെട്ടെന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. ഉള്ളി നെയ്യിലൊക്കെ നല്ല മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക മണം തന്നെയാണ് കേട്ടോ. അപ്പൊ തന്നെ നമുക്ക് കഴിക്കാനുള്ള ഒരു എന്താ പറയാ, ആകാംക്ഷയൊക്കെ വരാൻ തുടങ്ങും. അപ്പൊ അത് നന്നായിട്ട് വഴന്ന് നല്ല ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി ഒന്നുമില്ല, ചൂട് ചോറ് ഉപയോഗിച്ച് ഇത് ഉണ്ടാക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് കേട്ടോ. അപ്പൊ ഇന്ന് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി വെച്ച ചോറ് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോണത്. നന്നായി ഞാൻ മണം കണ്ടല്ലോ അല്ലെ, മണം വരുമ്പോഴത്തേക്കും തന്നെ നമ്മൾ ഈ ചോറും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചാൽ മാത്രം മതി. ഒന്നും വേവിക്കാനൊന്നുമില്ല, സ്റ്റൗവിന് ഓഫ് ചെയ്തിടാവുന്നതാണ് കേട്ടോ. അതാ നമ്മുടെ ഉള്ളിച്ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ കഴിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാക്കിയ അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കും. അച്ചാറും പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും തന്നെ വേണ്ട. ഇത് കണ്ട്, ഇതെന്താ ഇത്രയും കുറച്ചുണ്ടാക്കിയിരിക്കുന്നതെന്ന് ചോദിക്കേണ്ട, ഇത് എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് കേട്ടോ. വേറെ ആരും ഇവിടെ കഴിക്കില്ല. എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം ആയതുകൊണ്ട് ഞാൻ എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കിയതാണ്. ഇത്രയും മതി എനിക്ക് ഉച്ചക്കത്തേക്ക്. അപ്പം ഞാൻ ഉണ്ടാക്കി വെച്ച നാരങ്ങാച്ചാറും കൂടെ എടുക്കുവാണ് കേട്ടോ. നാരങ്ങാച്ചാറും നല്ല അടിപൊളി നാരങ്ങാച്ചാറും കൂടെ കൂട്ടി ഞാനൊന്ന് വേഗം പോയി കഴിക്കട്ടെ. അപ്പം നിങ്ങളും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എത്ര പെട്ടെന്നാണ് ഉള്ളിച്ചോറ് റെഡി ആയിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും കഴിക്കാം. പിന്നെ ഇത് ഉള്ളി മാത്രം കഴിക്കാൻ അത്ര താല്പര്യമില്ല എന്നുള്ളവർക്ക് വേണമെങ്കിൽ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുകയും ചെയ്യാമായിരുന്നു. ഒരു സ്ക്രാമ്പിൾഡ് ആക്കിയിട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ ചെയ്ത് നോക്കണേ എല്ലാവരും.